അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുണ്ട്. എം.ആർ. അജിത് കുമാറിനെ കുറിച്ച് ഇതിൻ്റെ മുമ്പും ഇതേ DGP ഒരു റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ റിപ്പോർട്ട് കേരളം മറന്നുപോയി. ആ റിപ്പോർട്ടിന് എന്താ ചെയ്തത് ഗവൺമെൻറ്? ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ, റിപ്പോർട്ടിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു 3 അംഗ IPS ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളുടെ ലോകത്താണ്. കാരണം മുൻ അനുഭവങ്ങൾ അതാണ്. എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് എം.ആർ. അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്, ഒരു മകനാണ് ഇപ്പോൾ KM എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് ഒരു ശങ്കരനുണ്ടായിരുന്നു, അയാളിപ്പോൾ ജയിലിലാണോന്നറിയില്ല, അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ 1 ആളുകൾ സ്വത്ത് സമ്പാദനം, പണസമ്പാദനം, ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത്, നിങ്ങൾക്കറിയാം. ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുന്നത്? പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. 153 കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ IG-യുടെ മുമ്പിൽ പറഞ്ഞത് ഒരു 25 ആളെ നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ, എങ്ങനെ സ്വർണം കിട്ടി, എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ പുറത്തു കിടന്നു, എങ്ങനെ പോലീസ് അവരെ പിടികൂടി, എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, എവിടെയാണ് തൂക്കിയത്, ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം, അത് പണമുണ്ടാക്കാനൊരു രാഷ്ട്രീയം, അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും KM എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു കൊള്ള സംഘം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.